യു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈൽ ഏകദേശം എല്ലാവർക്കും അറിയാം. കാരണം 41 തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്, കൺട്രീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ട് അതിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളാണ് അരുണിമ എന്ന് പറഞ്ഞിട്ടുള്ളത്. അധികം ഇടയ്ക്കിടയ്ക്ക് അരുണിമ ചർച്ചാ വിഷയമാവാറുണ്ട്. ഞാൻ പറയട്ടെ, ഇങ്ങനൊരു 41 കൺട്രീസൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിന് നല്ല ധൈര്യവും വേണം. കാരണം ഒറ്റയ്ക്കാണ് ആള് ട്രാവൽ ചെയ്യുന്നത്. ഈവൻ എന്താ പറയുക, ആളൊരു ലേഡിയാണ്. അപ്പം ഒരു ലേഡി ആയിരുന്നിട്ട് ഇങ്ങനെ ധൈര്യത്തോടു കൂടി എല്ലാ കൺട്രീസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ആളുടെ വ്ളോഗിലും കാര്യങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആള് നോർമലി ചെയ്യുന്നത്, ഇപ്പം ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും വീട്ടിൽ താമസിക്കുക, റൂം എടുത്ത് താമസിക്കാത്ത ആളൊന്നുമല്ല, വീട്ടിൽ താമസിക്കുക, അവിടെ ഒരു അംഗമായിട്ട് താമസിക്കുക, അവരുടെ കൾച്ചറൊക്കെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു കൺട്രിയിലുള്ള അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഡ്രസ്സ് ചെയ്തതിൻ്റെ ഒക്കെ പേരിൽ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അരുണിമ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം റീസെൻ്റ്ലി അരുണിമ ചർച്ചയായിട്ടുള്ളത് ആൾ US ഇപ്പം പോയിട്ടാണുള്ളത്. അവിടെ നിന്ന് 4 വർഷത്തോളം പരിചയമുള്ള ആളുടെ ഒരു ഫ്രണ്ടിനെ ഇൻസ്റ്റഗ്രാം വഴിയോ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടുള്ള 70 വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തിൻ്റെ വീട്ടിലാണ്, ജോർജ് എന്നാണ് തോന്നുന്ന ആളുടെ പേര്, വീട്ടിലാണ് അരുണിമ US പോയി താമസിച്ചിട്ടുണ്ടായിരുന്നത്. കേട്ടിട്ടുള്ള അറിവാണ്. US വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. അരുണിമയൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ വിസയും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആള് വളരെ സന്തോഷപൂർവ്വം US എത്തിയിട്ട് അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ അപ്പുറം ഒരു ആളെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടിട്ടുള്ള വളരെ സ്നേഹത്തോടു കൂടി ആളെ വീട്ടിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോയി. പെട്ടെന്നൊരു ഇവര് ന്യൂയോർക്കിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അരുണിമ അവിടെ നിന്ന് ബായ് പറഞ്ഞിറങ്ങിയതോ അങ്ങനെ എന്തോ ആണ്. ബായ് പറഞ്ഞിറങ്ങി പിന്നെയും അവിടെ പോയതോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സായത് കൊണ്ട് അങ്ങോട്ട് പോയത്, അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അരുണിമ ഇവരുടെ ഇയാളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് അവരെ ഇറക്കി വിട്ടു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ആക്ച്വലി കുറച്ച് ബിസി കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനത് റിയാക്ട് ചെയ്യാണ്ടിരുന്നത്. ഞാൻ റിയാക്ഷൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അയ്യോ പാവം, രാത്രി ഇനിയിപ്പം അറിയാത്ത നാടാണ്, നമുക്കിപ്പോൾ നമ്മളെ നാട്ടിൽ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വേറെ ഏതോ രാജ്യത്താണ് ഇപ്പം അരുണിമ നിൽക്കുന്നുള്ളത്, അവിടെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അരുണിമ അതിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് US അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും ഈ രാത്രി 12 സംതിങ് ആയിരുന്നു ആ സമയം. ഇപ്പം ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്, എനിക്കൊരു മാനേഴ്സ് ഉണ്ട് എന്നൊക്കെ ആൾ അതിനകത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടു. അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി, ജോർജ് എന്ന് പറയുന്ന വ്യക്തി, ആളുടെ സ്വന്തം വീട്ടിൽ മക്കളുടെയും മകളുടെയും ഒക്കെ കൂടെയാണ് താമസിക്കുന്നത്. വാടക കൊടുത്തിട്ട് ഒരു അധികപ്പറ്റിനെ പോലെ വലിഞ്ഞു കയറി താമസിക്കുന്ന പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ അകത്ത്. എന്നിട്ട് അരുണിമ അതിൽ പറയുന്നുണ്ട്, ഞാൻ ജോർജ് എന്ന് പറയുന്ന ആ വ്യക്തി ഒരിക്കലും കുറ്റം പറയുന്നില്ല, ആള് പോലും അവിടെ എന്താ പറയുക സ്ട്രഗിൾ ചെയ്താണ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ആ വീഡിയോ വന്നതിന് ശേഷം ഈ വീട്ടുകാർ പ്രതികരിക്കുകയുണ്ടായി. ഞങ്ങൾ ഒരിക്കലും വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അരുണിമേൻ്റെ അടുത്ത് അന്ന് രാത്രി ഇറങ്ങി പോകണമെന്നല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മൺഡേ പോകണം. കാരണം ഈ പറയുന്ന കൊച്ചുമകളുടെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ അവിടുത്തെ സീസൺ ആഘോഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്, അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് മൺഡേ പോകണം എന്നായിരുന്നു പറഞ്ഞതെന്നാണ്. അപ്പം തന്നെ അരുണിമ അവിടെ നിന്ന് ഇറങ്ങിയതാണ് എന്നൊക്കെ. അത് ചിലപ്പം അരുണിമ ചിന്തിച്ചിട്ടുണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ, മൺഡേ ഇറങ്ങണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ ഇവർക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല, സോ ബെറ്റർ ഞാൻ ഇവിടെ നിന്ന് ഇപ്പം തന്നെ പോകുന്നതായിരിക്കാം, സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടായിരിക്കാം ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് അരുണിമ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പം പെട്ടെന്ന് ഇപ്പം രാവിലെ പോയി രാവിലെ ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ച ആൾക്കാർ രാത്രി തിരിച്ചു വരുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ആൾ വിചാരിച്ചിട്ടുണ്ടാകും, ഞാൻ ഇവിടെ നിന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, സോ ബെറ്റർ ഇവിടെ നിന്ന് പോകുന്നതാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഓക്കെ. പക്ഷേ ആ ഒരു വീടിന്റെ ഫോട്ടോസ് കാണിച്ചത് അവർക്ക് ബുദ്ധിമുട്ടായി. അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന അവിടെ വാടക കൊടുത്ത് നിൽക്കുന്നു, വലിഞ്ഞു കയറി നിൽക്കുന്നു, ഒരു ബാധ്യത, അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചത് അവർക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആയി. അങ്ങനെ അവർ ഇതിനെതിരെ പ്രതികരിച്ചിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോൻ്റെ അകത്ത് ഈ കൊച്ചുമകള് അരുണിമേൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്ത് വന്നിട്ടുള്ളത്. അരുണിമ ഞാൻ ഇന്ന് പോകണം എന്നല്ല പറഞ്ഞത്, നാളെ എവിടെയെങ്കിലും അക്കോമഡേഷൻ നോക്കിയിട്ട് തിങ്കളാഴ്ച മാറണം,
എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇന്ന് പോകണമെന്നില്ല. ഇന്ന് അങ്ങനെ പോവരുത് എന്ന വ്യക്തി പറയുന്നുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല അരുണിമ, അങ്ങനെ പോകാൻ പാടില്ല, ഈ രാത്രി പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ഈ പറയുന്ന അരുണിമ സെൽഫ് റെസ്പെക്ട് കാരണം ഇറങ്ങി അപ്പം തന്നെ ഇറങ്ങിയതാവാം. പക്ഷേ ഞാൻ യോജിക്കാത്തൊരു കാര്യം ഇത് തന്നെയാണ്. ഈ പറയുന്ന ഇനിയിപ്പം ജോർജ് എന്ന് പറയുന്ന വ്യക്തി അരുണിമേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഞാൻ പോലും ആ വീട്ടിൽ അധികപ്പറ്റാണ് എന്ന അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണിട്ടുണ്ടോ എന്നും അറിയില്ല. ഇപ്പൊ അരുണിമ പ്രതികരിക്കുകയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അങ്ങനെ പറയാത്ത പക്ഷം അരുണിമ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അത് അയാൾക്ക് നാണക്കേടാണ്, കൊച്ചുമക്കൾക്ക് നാണക്കേടാണ്, മകൾക്ക് നാണക്കേടാണ്. അപ്പം ആള് തന്നെ പ്രതികരിച്ചുകൊണ്ട് കമന്റും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കമന്റ് ബോക്സിൽ ചെന്ന് കമന്റ് ചെയ്യാറുണ്ട്. പിന്നെ ആളുടെ റിലേറ്റീവ്സ് ഒക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. ആളുടെ സെൽഫ് റെസ്പെക്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ആള് അങ്ങനെ ശീലിച്ചത് കൊണ്ട്, ഇപ്പം എൻ്റെ മകളുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്, ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഏർണിങ്സ് ഉള്ളത് കൊണ്ട്, ആൾക്ക് ഏർണിങ്സ് ഉള്ളത് കൊണ്ടാവും ഞാൻ ഒരു തുക എൻ്റെ മകളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് എന്നുള്ളത് ആൾ പറയുന്നുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല, അതിലൊരു തെറ്റുമില്ല. അതിപ്പോൾ ഓരോ ആൾക്കാരുടെ ക്യാരക്ടറാണ്. അപ്പം എനിക്ക് ഏർണിങ്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ചെലവിലേക്ക് ഒരു പൈസ കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം നമ്മളവിടെ അധികപ്പറ്റാണെന്നോ അല്ലെങ്കിൽ നമ്മളവിടെ വലിഞ്ഞു കയറി താമസിക്കുകയാണെന്നോ ഒന്നുമല്ല. മക്കൾക്കായാലും ശരി, ആർക്കായാലും ശരി. ഇനിയിപ്പോൾ പറഞ്ഞ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നത്, അമ്മയുടെ വീടാണ്. അപ്പം അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഒരു തുക ഇട്ട് കൊടുത്താലും തെറ്റൊന്നും പറയാനില്ല. ഓക്കെ, അങ്ങനെ ഇപ്പം അവര് നാട്ടിലായിരുന്നു തോന്നുന്നു, അങ്ങനെ US പോയിട്ട് ഫാമിലിയൊക്കെ US പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ US കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അരുണിമയ്ക്കെതിരെ കേസ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നത്തേക്ക്. കാരണം വേറെ തന്നെ ഒരു കൺട്രിയാണ്. അവിടെ പോയിട്ട് ഇവരെ എന്താ പറയാ, നാണം കെടുത്തി, വീടിന്റെ ഫോട്ടോ ഇട്ടപ്പം പ്രൈവസി ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം. പിന്നെ ഫാമിലിനെ കുറിച്ച് മോശമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഇവർ കേസും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പം അരുണിമ പോയ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നേരിടാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് നമുക്കറിയില്ല, ഇപ്പം ഇന്ത്യയിലുള്ള പോലത്തെ മൂഞ്ചിയ നിയമങ്ങളാണ് അവിടെ എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരിക്കും. പക്ഷെ ആയിരിക്കില്ല, ഇന്ത്യയിൽ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവിടെയൊക്കെ വേറെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോവും കാര്യങ്ങളായിരിക്കാം. അറിയില്ല. അതിനുശേഷം അരുണിമ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇതിനെക്കുറിച്ചൊരു പ്രതികരണങ്ങളും കാര്യങ്ങളും എന്തായാലും അരുണിമ ഇടുമായിരിക്കും. കാരണം ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ആദ്യം അരുണിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തിന്റെ ഭാഗം കേട്ടതിൽ പിന്നെ അരുണിമയെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടൊക്കെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് വരുന്നുണ്ട്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ വരുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഏതാണെന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ അരുണിമ തന്നെ വന്ന് പറയുമായിരിക്കും. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വശം ഇതാണ്, മേ ബി മൺഡേ പോകണം, നാളെ അക്കോമഡേഷൻ നോക്കിയിട്ട് മൺഡേ പോകണം എന്ന് പറഞ്ഞപ്പോൾ അത് ഹേർട്ട് ആയതുകൊണ്ട് തന്നെ സെൽഫ് റെസ്പെക്ട് വിചാരിച്ചിട്ട് അരുണിമ അന്ന് തന്നെ അവിടുന്ന് ഇറങ്ങിയതാവാം. ഓക്കെ, വേറെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല, രാത്രിയാണെന്നോ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. രാവിലെ സ്നേഹത്തോടെ പെരുമാറിയ ആൾ ഇറങ്ങിപ്പോണം എന്നല്ല, സോറി, മറ്റന്നാളേക്ക് വേറെ നോക്കണം എന്നതിന്റെ അർത്ഥം ചിലപ്പോൾ ഒരാൾക്ക് ഓരോ ടോൺ ഉണ്ടാവും. ഞാൻ സംസാരിക്കുന്ന ടോൺ ആയിരിക്കില്ല ഇതൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരുടെയും ടോൺ. ചിലപ്പോൾ ആ ടോണിൽ നിന്നും അരുണിമയ്ക്ക് തോന്നിയിട്ടുണ്ടാവും എന്നോട് വല്ല ഇഷ്ടക്കേടുകളും കാര്യങ്ങളും ഉണ്ടോ, സോ ബെറ്റർ ഞാൻ ഇവിടുന്ന് പോകുന്നതാണെന്ന് തോന്നിയിട്ടായിരിക്കാം. വീഡിയോ പ്രദർശിപ്പിച്ചത്, അവരുടെ വീട് കാണിച്ചതിനോടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ജോർജ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതിനോടോ ഒന്നും ഞാൻ യോജിക്കുന്നില്ല. അതിൻ്റെ ഒക്കെ വെല്ലായിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും എന്തായാലും അരുണിമ ഇടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇതുവരെ വന്ന വിവാദങ്ങൾക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുള്ള അരുണിമ ഇതും ക്ലിയർ കട്ടായിട്ടുള്ള ഇതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഇടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അത് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലിടാം. ബൈ.